ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അയാൾ ചെയ്യുന്ന ആ ബിസിനസ് നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. കൃത്യമായി നമുക്ക് അയാളുടെ ബിസിനസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ ഇവാലുവേഷനിലേക്ക് ഒക്കെ നമുക്ക് പോകേണ്ടതുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാത്ത കോംപ്ലക്സായ ബിസിനസ് മോഡലുകളും റിട്ടേൺ മോഡലുകളുമാണ് ഇത്തരം പല ബിസിനസ്സുകളും എന്ത് ചെയ്യുക അവതരിപ്പിക്കുക. അതിൽ ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന സംഗതി എന്താ വെച്ചാൽ ഈ കോശം വരുന്ന ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ മാനസികമായി ചിന്തിക്കുന്നതൊന്നും ചിന്തിക്കൂല. ഇപ്പോൾ മിറാഷ് കാക്കല്ലേ അഫ്സലിന് ലാഭം കിട്ടിയിട്ടുണ്ടോ എന്നാൽ പിന്നെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും എന്തില്ല, ഒരു നോട്ടമല്ല. അവിടെ അപ്പുറത്ത് ലാഭം കിട്ടിയിരിക്കണ്, എന്നാൽ എൻ്റെ അടുത്ത് കുറച്ച് പൈസ വന്നിക്കണമെങ്കിൽ ഞാൻ ആര് പറഞ്ഞും കേൾക്കില്ല. ഇതെങ്ങനെ വർദ്ധിപ്പിക്കാൻ വിചാരിച്ചിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൊതുവെയുള്ള സംഗതിയാണ്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു സ്വത്തോഹരി നടന്നു, വാപ്പ മരിച്ച് കുടുംബം സ്വത്തോഹരി വെച്ച്. അതിൽ സങ്കടം എന്ന് പറയട്ടെ, ആ വീട്ടിലെ ആണുങ്ങളിലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പെങ്ങന്മാർക്കൊക്കെ പൈസ കൊടുക്കാണ്ടായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പൈസ ഞാൻ ഇതാക്കി, ഇന്നൊരു സംഗതി ഉണ്ട്, എനിക്ക് ഇത്ര കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരുമ്പരായൊന്നും ആലോചിക്കില്ല. കാക്കാക്ക് ഇത്ര മാസം കിട്ടുന്നുണ്ട്, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതല്ല എന്തായാലും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ജാസിർ നമുക്കിവിടെ ആലോചിക്കേണ്ടത്. അപ്പോൾ ആ വിഷയത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ബിസിനസ് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിഞ്ഞാലാണ് ബാക്കി അതിലേക്ക് തുടരേണ്ടുള്ളൂ. ഇനി അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സംവിധാനമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണ് ഓഫർ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വളരെ ഹൈ റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. വളരെ ഹൈ റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു സ്കാം ആവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതല്ലെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കും അയാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം സാധാരണ നിലക്ക് കിട്ടാത്ത എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള വലിയ റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ റിസ്ക്കോ അതല്ലെങ്കിൽ ഒരു സ്കാം ആവാനുള്ള സാധ്യത ഉണ്ട്.